വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പും പ്രബുദ്ധ കേരളം മാസികയും സംയുക്തമായി വിവേകായനം 2025 എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിവേകാനന്ദ സന്ദേശങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രശ്നോത്തരി, ഉപന്യാസ രചന, ഗൂഗിൾ മീറ്റിലൂടെയുള്ള അഭിമുഖം എന്നിവയാണ് മത്സര ക്രമങ്ങൾ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബിരുദ, ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായാണ് ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുന്നത്. എന്നും നിത്യപ്രചോദന കേന്ദ്രമായ വിവേകാനന്ദ സ്വാമികളുടെ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പും പ്രബുദ്ധ കേരളം മാസികയും സംയുക്തമായി വിവേകായനം 2025 എന്ന പേരിൽ ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിവേകാനന്ദ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പും പ്രബുദ്ധ കേരളം മാസികയും ചേർന്നുകൊണ്ട് വിവേകായനം 2025 എന്ന പേരിൽ ഒരു ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുകയാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, ബിരുദ, ഡിപ്ലോമ തലത്തിലുള്ള വിദ്യാർത്ഥികൾ ഇവർക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രശ്നോത്തരി, ഉപന്യാസ രചന, ഗൂഗിൾ മീറ്റിലൂടെയുള്ള അഭിമുഖം എന്നിവയാണ് മത്സരക്രമം. ലോകം മുഴുവൻ പകർന്നെടുക്കുന്ന ആശയമാണ് വിവേകാനന്ദ സ്വാമികളുടെ. ഇത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഓൺലൈൻ മത്സരത്തിന് എല്ലാ മേഖലകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പും പ്രബുദ്ധ കേരളം മാസികയും ചേർന്ന് നടത്തുന്ന സംസ്ഥാനതല ഓൺലൈൻ മത്സരമായ വിവേകായനം 2025 എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നവോത്ഥാന നായകനായ ഭാരതം എന്താണെന്ന്, സനാതനം എന്താണെന്ന് കാണിച്ചെന്ന് വിവേകാനന്ദനെ പറ്റി പഠിക്കുകയും ഈ മത്സരത്തിൽ പങ്കെടുത്ത് 1 ലക്ഷത്തിലേറെ രൂപയുടെ സമ്മാനങ്ങളാണ് ഇതിൽ നൽകപ്പെടുന്നത്. അത് നേടിയെടുത്ത് നിങ്ങളുടെ കഴിവും അറിവും പ്രദർശിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കിട്ടാത്ത ഈ അവസരം നിങ്ങൾക്കായി ഒരുക്കിയ പ്രബുദ്ധ കേരള മാസികയ്ക്കും വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പിനും എല്ലാ അഭിനന്ദനവും അർപ്പിക്കുന്നു. ഓൺലൈൻ ലിങ്ക് വഴിയാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അമൃത ന്യൂസ്, തൃശൂർ.